നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവനം. AKG സെന്ററിലെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളം മുഴുവൻ ആ രണ്ടക്ഷരം വിളിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളം മുഴുവൻ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച തലസ്ഥാന നഗരിയിൽ നിന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ജനക്കൂട്ടം മുഴുവൻ. കിരൺ ബാബു വീണ്ടും ചേർന്നു. കിരൺ ബാബു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും AKG സെൻറ്ററിന് മുന്നിൽ നിന്ന് തിരക്ക് കുറയുന്നില്ല, കൂടുന്നതേയുള്ളൂ. നാളെ ഉച്ചയ്ക്ക് തൊട്ട് വിലാപയാത്ര എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും ഒരുപക്ഷെ ഈ രീതിയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് വിട നൽകുന്ന ഒരു സംസ്കാര ചടങ്ങ് അല്ലെങ്കിൽ ഒരു വിലാപയാത്രയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് നാളത്തേതടക്കമുള്ള ഒരു തീരുമാനങ്ങൾ ഇപ്പോൾ? അപർണ, നാളത്തെ തീരുമാനങ്ങളൊന്നും കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. നാളത്തെ തീരുമാനങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയിൽ എപ്പോഴാണ് ഇവിടെ നിന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് VSന്റെ ഭൗതികദേഹം മകൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴും ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് VS അച്യുതാനന്ദൻ എന്ന സാധാരണ നേതാവിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി, അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി AKG സെൻറ്ററിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നത്. അവരെല്ലാവരും ഇപ്പോഴും റോഡിൽ ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരം 2 വഴിക്കുമായി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇവരെയൊക്കെ നിരാശരാക്കി എങ്ങനെയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുക്കുക എന്നുള്ള ചോദ്യം പാർട്ടിക്ക് മുന്നിൽ വലുതായി ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ എടുക്കാതിരിക്കാൻ കഴിയില്ല. അത്തരമൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നാളെയും സാധാരണഗതിയിൽ ഉച്ചവരെ കൊണ്ട് തിരുവനന്തപുരത്തെ അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങുകൾ അവസാനിപ്പിച്ച് അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോവുക. ആലപ്പുഴയിൽ വലിയ ചുടുകാട്, അദ്ദേഹത്തിൻ്റെ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ വലിയ ചുടുകാടിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകൾ നടത്തുക എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ ഇതെല്ലാം കൃത്യസമയത്ത് നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം 9 മണിയോടുകൂടി എടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു, 9:15 എടുക്കുന്നു. ഇനി 12 മണിയായാലും ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. മുഴുവൻ പേരെയും കണ്ടു കഴിയുകയാണെങ്കിൽ നാളെ രാവിലെ വരെ അടക്കം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മറ്റ് പ്രായോഗിക കാര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ AKG സെൻറ്ററിലുണ്ട്. അവരെല്ലാവരും കൂടിയാലോചിച്ചാവും മറ്റൊരു തീരുമാനമെടുക്കുക. കുടുംബത്തിൻ്റെ അഭിപ്രായം കൂടി നിർണായകമാണ്. വീട്ടിലെത്തിക്കണം, വീട്ടിൽ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുള്ള ഒരു ആവശ്യം കുടുംബവും ഉന്നയിച്ചിരുന്നു. അതും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി എങ്ങനെ സമയം കണ്ടെത്താൻ കഴിയും എന്നുള്ള വലിയ ചോദ്യം നിൽപ്പുണ്ട്. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിനും ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതകാലത്ത് കണ്ട ഏറ്റവും സമരോത്സുകനായ നേതാവിനെ അവരുടെ എല്ലാ കാലത്തും അവരുടെ വലിയ പോരാട്ടങ്ങളുടെ മുന്നിൽ നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന ഒരു പോരാളി കിരൺ ബാബു വിവരങ്ങൾ നൽകുന്നു. അവിടെ വലിയ ജനക്കൂട്ടമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ച് പോലും സഭാധ്യക്ഷന്മാരും അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്ന കാഴ്ച. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ, മത സമുദായ പദവികളിലുള്ളവർ എല്ലാവരും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാഴ്ചയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി AKG പഠന ഗവേഷണ കേന്ദ്രത്തിലുള്ള പൊതുദർശനം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. അത് നടക്കുമോ എന്നുള്ളത് പോലും സംശയം വരുന്ന രീതിയിലാണ് ജനസാഗരം ഒഴുകിയെത്തുന്നത്. അത് ഒരുപക്ഷെ നാളെ നേരം പുലരുന്നത് വരെ പൊതുദർശനം, ഇവിടെയുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത. അതനുസരിച്ചായിരിക്കും ദർബാർ ഹാളിലെ പൊതുദർശനം തുടങ്ങുക. അതിനുശേഷം ഉച്ചയോടുകൂടി വിലാപയാത്ര പുറപ്പെടാനാകുമോ അതോ നീണ്ടുപോകുമോ എന്നുള്ളതെല്ലാം വലിയ ജനക്കൂട്ടത്തെ ഇത് VS
വി എസിൻ്റെ പ്രസംഗവേദികളിലേക്ക് തിങ്ങി നിറഞ്ഞിരുന്ന ജനക്കൂട്ടമാണ്. വി എസിൻ്റെ വാക്കുകൾ കൊണ്ടുപോലും ആ ജനക്കൂട്ടത്തെ മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആ ജനക്കൂട്ടം അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാനമായ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുന്ന ആ കാഴ്ചയും അവസാനിക്കുകയില്ല. ഒരു തരത്തിലുള്ള ക്ഷീണവും വരുന്നത് അല്ല എന്ന് പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടംകുളം പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. തലവരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലവരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം.